ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗണിതമാണ്. മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണത്. ഇംഗ്ലീഷ് മീഡിയംകാരുടെ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഗണിതം 2ാം ക്ലാസ്സിൻ്റെ നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 5 ആണ്. ഒന്നായി ചേരാം നന്നായി വളരാം. ഒന്നായി ചേരാം നന്നായി വളരാം എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൻ്റെ മുഴുവനായിട്ടുള്ള വിശദീകരണം, ഇതിൽ വരുന്ന പ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സാണിത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നായി ചേരാം നന്നായി വളരാം. നിറവ് കുടുംബശ്രീ യൂണിറ്റ് സോപ്പ് ഉണ്ടാക്കുകയാണ്. ഇന്ന് അവധിയായതിനാൽ മാനവ് അമ്മയോടൊപ്പം അവിടെ എത്തി. അപ്പൊ ഈ ലേഡീസ്, ഇവിടെ കാണുന്ന സ്ത്രീകളെല്ലാം നിറവ് കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങളാണ്. മാനവിന്റെ അമ്മയും അതിലെ ആയിരിക്കാം. അപ്പൊ മാനവും അമ്മയോടൊപ്പം ആ യൂണിറ്റിൽ എത്തി എന്നാണ് പറയുന്നത്. ഓരോരുത്തരും എണ്ണിയ സോപ്പുകൾ നോക്കൂ. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന എല്ലാം ആ കുടുംബശ്രീ യൂണിറ്റിലുള്ള ചേച്ചിമാരുടെ പേരുകളാണ്. ശാന്ത, ലത, നജ്മ, റോസി, നിഷ. അപ്പോൾ ഇവരെല്ലാം സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവരുണ്ടാക്കിയ സോപ്പുകളുടെ കൂട്ടങ്ങളാണ് 10ൻ്റെയും അതുപോലെ 1ൻ്റെയും കൂട്ടങ്ങളായിട്ടാണ് ഇവർ സോപ്പുകൾ വെക്കുന്നത്. അപ്പോൾ ഈ ബാറുകൾ കണ്ടോ, ഇത് 10ൻ്റെയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതൊരു സെറ്റാണ് കേട്ടോ. 10ൻ്റെ ഒരു സെറ്റ്, 1ൻ്റെ ഒരു സെറ്റ്. അപ്പോൾ 1ൻ്റെ അതിൽ 3 എണ്ണം ഉണ്ട്, 10ൻ്റെ ഒരു സെറ്റും. അപ്പോൾ 10ൻ്റെ കൂട്ടങ്ങൾ എത്ര? 1. ഒന്നുകൾ എത്ര? 3. അപ്പോൾ ആകെ 10 + 3 13. അടുത്തത് വരുന്നത് 10ൻ്റെ എത്ര കൂട്ടങ്ങളാന്ന് നോക്കൂ. 1, 2, 3, 4. അപ്പോൾ 10ൻ്റെ കൂട്ടങ്ങളുടെ നേരെ 4 എഴുതുക, ഒന്നുകളുടെ നേരെ 5. ആകെ എത്രയാ? 40 + 5 45. അടുത്തത് നജ്മ ഉണ്ടാക്കിയത് എത്ര 10ൻ്റെ കൂട്ടങ്ങളാ നോക്കൂ. 1, 2, 3, 4, 5. 1ൻ്റെ കൂട്ടങ്ങൾ ഉണ്ടോ അതിൽ? ഇല്ല. 10ൻ്റെ കൂട്ടങ്ങൾ 5, ഒന്നുകൾ 0. അപ്പോൾ ആകെ എത്രയാ? 50 + 0 50. അടുത്തത് റോസിയുടെ നോക്കൂ. റോസിയുടെ 10ൻ്റെ ഗ്രൂപ്പ് 2 എണ്ണമാണ് അല്ലേ. അപ്പോൾ 2 എന്ന് എഴുതുക. ഒന്നുകൾ എത്രയാണ്? ഇതാണ് 1 കേട്ടോ. 1, 2, 3, 4. അപ്പോൾ 20 + 4 24. അടുത്തത് നോക്കൂ. 10ൻ്റെ കൂട്ടങ്ങൾ നിഷയുടെ 1, 2, 3 3 കൂട്ടങ്ങളാണ്. അപ്പോൾ 10ൻ്റെ കൂട്ടങ്ങളുടെ ബോക്സിൽ 3 എഴുതുക, ഒന്നുകളുടെ അവിടെ 2. അപ്പോൾ ആകെ 30 + 2 32. റോസിയും ശാന്തയും കൂടി എത്ര സോപ്പുകൾ എണ്ണി വെച്ചു? റോസി 24, ശാന്ത 13. മൊത്തം എത്രയാണ്? 24 + 13 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 37. ഇനി ഓരോരുത്തരും എണ്ണിയതാണ് കേട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. റോസി എണ്ണിയത് ഇവിടെ സൈഡിൽ 20 + 4 എന്ന് കണ്ടോ. ഈ ബോക്സിൽ 20 സോപ്പുകളും 1ൻ്റെ ബോക്സിൽ 4 എഴുതുക കേട്ടോ. അതേപോലെ ശാന്ത എണ്ണിയത് 10 3 ആണ്. അപ്പോൾ ഈ ബോക്സിൽ 10 കട്ട വരച്ചു കൊടുക്കണം നിങ്ങൾ. മറ്റേ ബോക്സിൽ 3. 2 പേരും കൂടി എണ്ണിയത് അപ്പോൾ എത്രയായി? 30ഉം 7ഉം 37. അടുത്തത് ശാന്തയും നജ്മയും കൂടി എത്ര സോപ്പുകൾ എണ്ണി? 13 + 50 63. ലതയും നിഷയും കൂടി ആകെ എത്ര സോപ്പുകൾ എണ്ണി? അപ്പോൾ ലതയും നിഷയും കൂടി എണ്ണിയത് 45 32 ആണ്. നമുക്ക് 45നെയും 32നെയും നമ്മൾ എങ്ങനെ അറിയും ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇത് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ച്, ഇതിൽ ആകെ എത്ര 10കളുടെ ഗ്രൂപ്പ് ഉണ്ട്? 40 30. ഇത് 10ൻ്റെ ഗ്രൂപ്പാണ് കേട്ടോ. ഇത് ആദ്യം എടുത്ത് എഴുതുക. ശേഷം ഇതിൽ ഈ അറ്റത്ത് വരുന്ന നമ്പറുകളാണ് ഒന്നുകൾ. 5 1ഉം 2 1ഉം ഉണ്ട്. അതിനെ പിന്നെ എടുത്ത് എഴുതുക. 5 + 2. എന്നിട്ട് 40 + 30 കൂട്ടുക. അപ്പോൾ 70 വരും. 5 + 2 കൂട്ടുക. അപ്പോൾ 7 വരും അല്ലേ. മൊത്തം എത്ര വരും? 77. ഈ മെത്തേഡിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ എല്ലാത്തിലും ഇത് വിശദീകരിക്കില്ല. നമ്മൾ അങ്ങനെ എല്ലാം വിശദീകരിച്ചാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. അപ്പം നിങ്ങൾ നോക്കി ചെയ്യണം കേട്ടോ. അതല്ല നിങ്ങളുടെ ടീച്ചേഴ്സ് വേറെ മെത്തേഡ് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്തോളൂ. അടുത്തത് സംഖ്യാമാലയാണ്. സംഖ്യാമാലയിൽ 23ഉം 26ഉം തന്നിട്ടുണ്ട്. 23ഉം 26ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താ വരിക? 49. 14 25ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താ വരിക? 39. സംഖ്യാമാലയിൽ സംഖ്യകൾ ഏതൊക്കെയാകാം? 20ഉം 18 38 വരും. മാനവിന് കിട്ടിയ കാർഡ് നോക്കൂ. 32 +
13 മാനവിന് കിട്ടിയ കാർഡ്. അപ്പൊ 32 13 കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്താ ഉത്തരം വരിക? 45. താഴെ തന്നിരിക്കുന്ന മറ്റു ചിലർക്ക് കിട്ടിയ കാർഡുകളാണ്. 16 + 42 58 ഉത്തരം. 35 + 14 49. 22 + 67 89 ഉത്തരം കേട്ടോ. അടുത്തത് മാനവും അവിനും സോപ്പുകൾ അടുക്കി വെച്ചത് നോക്കൂ. നിങ്ങൾ അതൊന്ന് എണ്ണു. മാനവും അവിനും സോപ്പുകൾ അടുക്കി വെച്ചത് നോക്കുക. അവിന എത്രയാണ്? അവിനെയാണ് കേട്ടോ. അവിനെ എത്ര അടുക്കി വെച്ചിട്ടുണ്ടോ നോക്കൂ. അതുപോലെ മാനവ് എത്ര അടുക്കി വെച്ചിട്ടുണ്ടോ നോക്കൂ. അപ്പൊ അതിൽ നമുക്ക് അവിനയുടെ 27 മാനവിന്റെ 15 അവർ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എണ്ണി കഴിഞ്ഞാൽ വരും കേട്ടോ. അപ്പൊ അത് നോക്കുക നിങ്ങൾ. നെക്സ്റ്റ് ആകെ സോപ്പാണ്. നമുക്ക് 10കളുടെ ഒരു ഗ്രൂപ്പും 1ന്റെ ഗ്രൂപ്പും അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് താഴെ നമുക്ക് ചെയ്യാനുള്ളത് തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കിയാലോ. നിങ്ങൾ നോക്കൂ, ആകെ എത്ര സോപ്പ് എന്നുള്ളതിൽ നമുക്കിവിടെ എണ്ണി നോക്കാം. ഇതിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് മൊത്തം 1 2 3 4 5 6 അങ്ങനെ നിങ്ങൾ എണ്ണുക. ടോട്ടൽ നമുക്ക് 36 സോപ്പ് അവിടെ ഉണ്ടാവും. അടുത്ത ഗ്രൂപ്പ് നിങ്ങൾ എണ്ണുക. അടുത്ത ഗ്രൂപ്പിൽ നമുക്ക് 47 സോപ്പ് ഉണ്ടാവും. അപ്പൊ നമുക്ക് മൊത്തം എത്ര സോപ്പാണ്? 36ഉം 47ഉം കൂടി നമ്മൾ കൂട്ടണം. അപ്പൊ എങ്ങനെ കൂട്ടുക? 36ൽ എത്ര 10 ഉണ്ട്? 30. 47ൽ എത്ര 10 ഉണ്ട്? 40. അത് ആദ്യം എഴുതുക കേട്ടോ. 30 40 എഴുതുക. ശേഷം ഈ അറ്റത്തുള്ള നമ്പർ ഇല്ലേ, ഒന്നുകള് 6ഉം 7ഉം അവരെടുത്ത് എഴുതുക. 6 + 1 6 + 7. അപ്പൊ മൊത്തം എത്ര വരും? നമുക്ക് മൊത്തം എത്ര വരിക? മൊത്തം നമുക്ക് 83 ഉത്തരം വരും. കട്ടകൾ കൊണ്ട് കളിക്കാം. ഹരിത, അൻഷിത്, നിത, അജൽ എന്നിവർ കട്ടകൾ കൊണ്ട് കളി തുടങ്ങി. ഹരിതയ്ക്കും അൻഷിതിനും കിട്ടിയ കട്ടകളുടെ ചിത്രം നോക്കൂ. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും കൂടി ആകെ എത്ര കട്ടകളാണ് കിട്ടിയത് നോക്കണം. ആദ്യം ഹരിതയ്ക്ക് കിട്ടിയ കട്ടകൾ നിങ്ങളൊന്ന് എണ്ണി നോക്കുക. ഹരിതയ്ക്ക് എത്ര കട്ടകളാ കിട്ടിയിരിക്കുന്നത്? 40. അൻഷിതിനോ? 25. അപ്പൊ 40 25 കൂടി കൂട്ടുമ്പോ നമുക്ക് എന്താ വരിക? 65 വരണം. നിങ്ങൾ ആദ്യം അത് എടുത്ത് എഴുതുക. 40 + 25 എന്ന് എടുത്ത് എഴുതുക. ശേഷം 40ൽ 40 10 അത് തന്നെയാണ് എടുത്ത് എഴുതേണ്ടത്. 25ൽ 20 10കൾ അതെടുത്ത് എഴുതുക. ഒറ്റ സംഖ്യയായിട്ട് ഒറ്റകളുടെ ഒന്നുകളുടെ ഇതിൽ 5 മാത്രമേ ഉള്ളൂ. ഇവിടെ 0 അപ്പൊ 5 എടുത്ത് എഴുതുക കേട്ടോ. അപ്പൊ നമുക്ക് ഉത്തരം എന്താ വരിക? 60 + 5 65 എന്ന് ഉത്തരം വരും. നിതയ്ക്കും അജലിനും കൂടി 68 കട്ടകൾ കിട്ടി. ഏതു ഗ്രൂപ്പാണ് കളിയിൽ ജയിച്ചത്? നിതയും അജലും തന്നെയാണ് ജയിച്ചത്. അവർക്ക് എത്ര കട്ടകൾ കൂടുതൽ കിട്ടി? 68ന്ന് 65 മൈനസ് ചെയ്യുക 3. നിതയ്ക്കും അജലിനും കിട്ടിയ കട്ടകൾ എത്രയൊക്കെ ആകാം? നിതയ്ക്ക് 9ഉം അജലിന് 18ഉം. അടുത്തത് ഹരിതയ്ക്ക് എത്ര കട്ടകൾ കിട്ടി? അൻഷിതിന് എത്ര കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അൻഷിതിന് 26ഉം ഹരിതയ്ക്ക് 22ഉം. ആകെ കട്ടകളെ 10ന്റെയും 1ന്റെയും കൂട്ടമാക്കി വെച്ചാൽ 10ന്റെ എത്ര കൂട്ടം ഉണ്ടാകും? ഒന്നുകൾ എത്ര ഉണ്ടാകും? 10ന്റെ 4 കൂട്ടവും 1ന്റെ 8 കൂട്ടവും ഉണ്ടാവും. രണ്ടാം ഗ്രൂപ്പിന് ആകെ 27 കട്ടകൾ കിട്ടി. നിതയ്ക്ക് കിട്ടിയതിനേക്കാൾ 5 എണ്ണം കുറവായിരുന്നു അജലിന് കിട്ടിയത്. അപ്പൊ നിതയ്ക്ക് കിട്ടിയ കട്ടകളുടെ എണ്ണം 16, അജലിന് കിട്ടിയത് 11. ഇനി സോപ്പ് വാങ്ങാം. നജ്മയിൽ നിന്ന് 13 സോപ്പുകൾ മിയ വാങ്ങി. മിയ എത്ര സോപ്പ് വാങ്ങി? നജ്മയുടെ നിന്ന് 13 എണ്ണം വാങ്ങി. അതിന്റെ ഇരട്ടി സോപ്പ് മോഹിത് വാങ്ങിയിട്ട്. അപ്പൊ 13ന്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 26 ആണ് കേട്ടോ. അപ്പൊ 26 ആര് വാങ്ങിച്ചിട്ടുണ്ട്? മോഹിത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര എണ്ണം ടോട്ടല്? നജ്മയ്ക്ക് ആകെ എത്ര സോപ്പ് ചെലവായി? 13 + 26 ചെയ്യണം. 13ന്റെ കൂടെ 26 കൂട്ടി നോക്കൂ. എന്താണ് ഉത്തരം വരിക?
നിങ്ങൾ ആദ്യം മിയ വാങ്ങിയ സോപ്പുകളുടെ എണ്ണം 13, മോഹിത് വാങ്ങിയ സോപ്പുകളുടെ എണ്ണം 26, ആകെ വിറ്റത് അപ്പൊ 13 + 26 39. ഇങ്ങനെ സോപ്പ് അടുക്കി വെക്കണം. 10 സോപ്പ് അടുക്കി വെച്ചാലുള്ള ചിത്രം നോട്ട് ബുക്കിൽ വരയ്ക്കൂ. അപ്പൊ നമുക്ക് ഇതുപോലെ 7 അട്ടികൾ അയച്ചാൽ എത്ര സോപ്പുകൾ ഉണ്ടാവും? 70. അപ്പൊ നമുക്കത് 10 വെച്ച് നോക്കാം. ഇതുപോലെ 10 സോപ്പ് അടുക്കി വെക്കുക. അപ്പോ 7 എണ്ണാണെങ്കിൽ 70 ആയിരിക്കും, 10 വെച്ചാൽ 100 ആയിരിക്കും. അതാണ് ഇതിന്റെ ഉത്തരം. അടുത്തത് മനസ്സിൽ കണക്കാക്കാൻ പറയാം. നിതയുടെ അമ്മ സോപ്പ് വാങ്ങാൻ 45 രൂപ കൊടുത്തു. അപ്പൊ നിതയുടെ അമ്മ സോപ്പ് വാങ്ങാൻ 45 രൂപ കൊടുത്തു. നിതയുടെ കയ്യിൽ 8 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തം എത്രയും 48 രൂപ അല്ലെ. അപ്പൊ ഇത് നിങ്ങക്ക് വേണമെങ്കിൽ ഇതുപോലെ കണക്കാക്കാം കേട്ടോ. സൈഡില് 45 + 8 ചെയ്യുക. 45 8 ചെയ്ത എന്താ വരെ? 53. ഇവിടെ തന്നിട്ടുണ്ട്, അത് തന്നെയാണ് ഉത്തരം. ഉത്തരം പറയാമോ? അമ്മ 58 സോപ്പ് പെട്ടിയിലാക്കി. ഞാൻ 2 എണ്ണം കൂടി ആ പെട്ടിയിൽ വെച്ചു. അമ്മ വീണ്ടും 9 എണ്ണം വെച്ചു. ഇപ്പോൾ ആ പെട്ടിയിൽ ആകെ എത്ര സോപ്പ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്? 58 സോപ്പ് പെട്ടിയിലാക്കിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കിത് ആദ്യം എന്താണ്? 58 സോപ്പ് പെട്ടിയിലാക്കി. പിന്നെ 2 എണ്ണം പറയുമ്പോ എത്രയായി? 60 ആയി അല്ലെ. പിന്നെയോ? പിന്നെ അമ്മ വീണ്ടും ഒരു 9 എണ്ണം വെച്ചു. അപ്പൊ 9. അപ്പൊ ഇപ്പൊ എത്രയായി? 69 ആണ് ഉത്തരം കേട്ടോ. ഇനി ഇവിടെ നോക്കൂ. 12 രൂപയോട് 3 രൂപ ചേർന്നാൽ 15 രൂപ. 12 രൂപയുടെ 8 ചേർന്നാൽ എത്ര രൂപയാകും? 20. ഉത്തരവായില്ലേ? ഇനി മനസ്സിൽ കണക്കാക്കിയ രീതി. 28 + 36 മനസ്സിൽ തന്നെ കണക്കാക്കിയത് എങ്ങനെയാണ്? അടയാളം ഇടുക. നിങ്ങൾ ഇതിൽ ഏത് രീതിയിൽ കണക്കാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടിക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ കണക്കാക്കിയ രീതി ഇത് ഈ ബോക്സിലേക്ക് എടുത്ത് എഴുതുക. അത്ര മാത്രം ചെയ്താൽ മതി. പാർക്കിൽ എത്തിയ മാനവും അഭിനയും ചായക്കടയിലെ ബോർഡ് കണ്ടു. അപ്പൊ മാനവും അഭിനയും കൂടെ പാർക്കിൽ എത്തിയപ്പോ ചായക്കട ഉണ്ട് അവിടെ. ചായക്കടയിലെ ബോർഡ് കാണുകയാണ്. അവന് പറഞ്ഞു, എന്റെ കയ്യിൽ 40 രൂപയുണ്ട്, അതിന് എന്തൊക്കെ വാങ്ങാൻ പറ്റും? അപ്പൊ അവര് പറയണ എന്റെ കയ്യിൽ 40 രൂപയുണ്ട്, അതിന് എന്തൊക്കെയാ വാങ്ങാൻ പറ്റുക ചോദിക്കും. എനിക്ക് ജ്യൂസും ചായയും കൊഴുക്കട്ടയും കിട്ടും. 40 രൂപയ്ക്ക് എന്തൊക്കെ കിട്ടും മാനവിന്? അവന് പറഞ്ഞു മാനവിന് ഇനി എന്തൊക്കെ കിട്ടും? പിസ്സ, സമൂസ, ചായ. പലതരം കളികളും അവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു കളികൾ? ഊഞ്ഞാലാട്ടം. ഊഞ്ഞാലാട്ടത്തിന് എത്ര രൂപയാവും? 25 രൂപ. സൈക്കിളോട്ടത്തിന് 17 രൂപ. കാറോട്ടത്തിന് 28 രൂപ. അവന് ഊഞ്ഞാലാട്ടം കഴിഞ്ഞ് കാറോട്ടത്തിനും പോയി. രണ്ടിനും കൂടി എത്ര രൂപ വേണ്ടി വരും? ഇരുപത്തഞ്ച് പ്ലസ് 28 53 രൂപ. എങ്ങനെ കണക്കാക്കി എന്നുള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. 25 28ലും 10ന്റെ ഗ്രൂപ്പ് ആക്കി നമ്മളാകെ. 25ൽ നിന്ന് ഒരു 20ഉം 28ൽ നിന്ന് ഒരു 20 എഴുതി. പിന്നെ 5ഉം 8ഉം എടുത്തെഴുതി. പിന്നെ 20 + 20 40ഉം 5 + 8 13ഉം. അങ്ങനെ നമുക്ക് മൊത്തം 53 രൂപ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് ചെയ്യാം. അടുത്തത് കളി ബോർഡിൽ എഴുതിയ സംഖ്യകൾ ഇങ്ങനെയാണ്. ഒഴിഞ്ഞ കളങ്ങൾ പൂർത്തിയാക്കൂ. നമുക്ക് എങ്ങനെ പൂർത്തിയാക്കാമെന്നൊന്ന് നോക്കാം. അതായത് ഇവിടെ സൈഡിൽ തന്നിരിക്കുന്നുണ്ടോ 10ഉം ഈ 3ഉം ഇത് കൂട്ടുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. 10 + 3 13, 10 + 5 15, അങ്ങനെ പോവാ. ഇനി നമുക്ക് താഴത്തെ 30 + 3 33, 40 + 3 43, 50 + 3 53, 70 + 3 73, 80 + 3 83, 90 + 3 93. അടുത്തത് 10 + 5 15, 30 + 5 35 അവർ തന്നു. 40 + 5 എന്താ വരിക? 45. 50 + 5 55, 70 + 5 75, 80 + 5 85, 90 + 5 95. അടുത്തത് നോക്കൂ. അടുത്തത് 10 + 8 18, 30 + 8 38, 40 + 8 48, 50 + 8 58, 70 + 8 78, 80 + 8 88, 90 + 8 98.
അടുത്തത് 10 + 9 19, 30 + 9 39, 40 + 9 49, 50 + 9 59, 70 + 9 79, 80 + 9 89, 90 + 9 99. ഓക്കെ, നിറം കൊടുത്ത കളത്തിൽ 40 + 8 48 വരും. ഓക്കെ, അത് അവര് തന്നിട്ടുണ്ട്. സ്കൂൾ സ്റ്റോറിൽ നിന്നും അവിനെയും മാനവും പുസ്തകങ്ങൾ വാങ്ങി. അവിന് വാങ്ങിയ പുസ്തകങ്ങൾക്ക് 24 രൂപയും 23 രൂപയുമായിരുന്നു. അപ്പൊ തന്നെ നിങ്ങൾ അവിടെ കണക്ക് കൂട്ടണം കേട്ടോ. അവിനെ വാങ്ങിയത് 24ഉം 23ഉം കൂടി കൂട്ടണം നിങ്ങൾ. അപ്പൊ എന്താ വരിക? നിങ്ങൾ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും 24 + 23 47 രൂപയാണ് അവിനയ്ക്ക് ചെലവാവുക. മാനവ് വാങ്ങിയത് 32 രൂപയും 16 രൂപയുടെയും പുസ്തകങ്ങളാണ്. അപ്പൊ മാനവിന്റെ നമ്മൾ കണക്കാക്കണു 32 + 16, അതില് 10ന്റെ ഗ്രൂപ്പായിട്ട് 30ഉം 16ൽ നിന്നൊരു 10 എടുത്ത് എഴുതുക. ഒറ്റയുടെ അവിടെയുള്ള 2ഉം 6ഉം പിന്നീട് എടുത്ത് എഴുതുക. കൂട്ടി നോക്കുക, അപ്പൊ 48 കിട്ടും. എത്ര രൂപ കൂടുതലാണ്? 1 രൂപ അല്ലെ? ഇനി ബലൂണുകൾക്ക് നിറം കൊടുക്കൂ. ഒരേ തുകയുള്ള ബലൂണുകൾക്ക് ഒരേ നിറം കൊടുക്കണം കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാം കൂട്ടുക. 46 + 46 കൂട്ടുക. അപ്പൊ എന്താ വരിക? 92. അപ്പൊ അതവിടെ എഴുതുക. 28 + 17 കൂട്ടുക. അപ്പൊ എന്താ വരിക? 45. അത് അതിൽ എഴുതുക. 22 + 48, അപ്പൊ എന്താ വരിക? 70. അത് ആ ബലൂണിൽ കളർ കൊടുക്കുക. 35 + 35 70 ആണ് വരിക. അത് ആ ബലൂണിൽ കളർ ചെയ്യുക. അപ്പൊ 70കൾക്കൊക്കെ ഒരേ നിറം കൊടുക്കുക കേട്ടോ. അടുത്തത് 30 + 15 എന്താ വരിക? 45. അത് കളർ കൊടുക്കുക. 80 + 12 92, അതും കളർ കൊടുക്കുക. 39 + 53 92, 19 + 26 45, 53 + 17 70, 70ന്റെ കളർ കൊടുക്കുക. കണ്ടല്ലോ, ഒരേ സംഖ്യകൾ വന്നതിന് ഒരേ നിറത്തിലുള്ള ബലൂണുകൾ ആക്കുക കേട്ടോ. ചതുരക്കണക്കുകൾ. ഓരോന്നിന്റെയും തുക അതത് കളത്തിൽ നിങ്ങൾ എഴുതണം. അതായത് നമുക്ക് മേലെ തന്നിരിക്കുന്ന സംഖ്യകളാണ് ഇവിടെ കൂട്ടേണ്ടത് കേട്ടോ. അതാ ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാന്നിത്. ഇപ്പൊ നോക്കൂ, ഇവിടെ 22 ഉണ്ട്, ഇവിടെ 18 ഉണ്ട് അല്ലെ? അതേപോലെ ഇവിടെ 8, ഇവിടെ 12, ഇവിടെ കൂട്ടേണ്ടത് തന്നിട്ടുണ്ട്. ഇപ്പൊ 46 8 കൂട്ടുക എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ 38 + 22 ആദ്യം ചെയ്യണം. 38ഉം 22 കൂട്ടുമ്പോൾ എന്താ കിട്ടുക? 60 കിട്ടും. അത് നമ്മൾ എവിടെ എഴുതണം? 38ന് നേരെ മേലെയുള്ള കോളത്തിലാണ് അത് എഴുതേണ്ടത്. കണ്ടോ? ഇനി 38ന്റെ കൂടെ 18 കൂട്ടുക എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ അവര്? അപ്പൊ നമ്മൾ 38ഉം അതേപോലെ 12 കൂട്ടുക എന്നുണ്ട്, അത് കൂട്ടുക. അപ്പൊ 50 കിട്ടും. പിന്നെന്താ? 38 + 18 കൂട്ടുക എന്നുണ്ടല്ലേ? അപ്പൊ അതും കൂട്ടുക. അപ്പൊ എന്താ വരിക? 56. ടീച്ചർ സൈഡിൽ എഴുതുന്നത് നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഞാൻ സൈഡിൽ എഴുതി തരുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ മെത്തേഡ് നിങ്ങൾ എഴുതിയെടുക്കണം. എല്ലാത്തിനും ഒരേ മെത്തേഡ് തന്നെയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അത് പറയാത്തത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണ എന്താ? അതെല്ലാം എടുത്ത് അങ്ങോട്ട് എഴുതുന്നു, അത്രേ ഉള്ളൂ. അടുത്തത് വരുന്നത് 75 18 കൂട്ടുക എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? നമ്മൾ എന്താ ചെയ്യാ? നേരെ 75 അതേപോലെ 15 25 23 തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം 75 15ഉം കൂട്ടി, അപ്പൊ 90 കിട്ടും. അതെടുത്ത് അവിടെ എഴുതുക. അത് 90 ആണ് കേട്ടോ, 50 അല്ല. പിന്നെന്താ വരിക? 75ഉം 18ഉം കൂട്ടി, അപ്പൊ നമുക്ക് 93 വരും. അതും എഴുതുക. 75ഉം 25ഉം കൂട്ടുക, അപ്പൊ നമുക്ക് 100 വരും. അതും എഴുതുക. 75ഉം 23ഉം കൂട്ടിയാലോ 98 വരും. അതും എഴുതുക. ഒരേ നിറമുള്ള കളത്തില്
ഒരേ നിറമുള്ള കളത്തിലെ സംഖ്യകൾ കൂട്ടി നടുക്കുള്ള കളത്തിൽ എഴുതുക എന്നുള്ളതാണ് അടുത്തത്. അപ്പൊ നമുക്ക് എന്താണ് ഒരേ നിറമുള്ള കളത്തിലെ സംഖ്യകൾ പറഞ്ഞാൽ 45ഉം 23ഉം കൂട്ടുക. 45ഉം 23ഉം കൂട്ടിയാൽ എന്താ വരിക? 45ഉം 23ഉം കൂട്ടിയാൽ 68 വരും. അപ്പൊ 45ഉം 23ഉം കൂട്ടിയിരിക്കുന്നതാണ് ആ സൈഡിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 68. ഇടയിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി, സോറി. 45ഉം 23ഉം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കൂട്ടിയത് എന്നുള്ളത്. ഇതാ ഇതുപോലെ നിങ്ങൾ കൂട്ടിയാലും മതി കേട്ടോ. 5ഉം 3ഉം കൂടി നിങ്ങൾ വിരലിലെടുത്ത് കൂട്ടിയാൽ നിങ്ങൾക്ക് 8 കിട്ടുക. 4ഉം 2ഉം ചെയ്ത് 6, അപ്പൊ 68 കിട്ടും. ഇനി നോക്കൂ, ഈ 39ഉം 39ഉം ഒന്ന് കൂട്ടി നോക്കൂ. 39ഉം 39ഉം കൂട്ടുമ്പോ 9 + 9 18, 3ഉം 3ഉം 6, 7, സോറി 39 29 അല്ലേ, അപ്പൊ 68 തന്നെയാണ് കേട്ടോ. അപ്പൊ ഒരേ നമ്പർ കിട്ടുന്ന കണ്ടോ, അതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്ത് നോക്കൂ, 44ഉം 38ഉം കൂട്ടി നോക്കൂ. 8 × 4 = 12, 1 ശിഷ്ടം 4, 5 6 7 8, അപ്പൊ എന്താ വരിക? 82 എന്ന് വരും നമുക്ക് അല്ലെ. 26ഉം 26ഉം 56ഉം കൂട്ടിയാലും നമുക്ക് അതേ ആൻസർ ആണ് വരിക കേട്ടോ. 68, സോറി 68 അല്ല, 82. അത് നമ്മൾ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ, സോറി. 82. മുകളിലത്തേതുപോലെ മറ്റു രണ്ടക്ക സംഖ്യകൾ കളത്തിൽ എഴുതുക. ആ സംഖ്യകൾ കൂട്ടി നടുക്കുള്ള കളത്തിൽ എഴുതുക. നമ്മൾ ഇതുപോലത്തെ ഒരു പാറ്റേൺ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 14ഉം 52ഉം എത്ര വരിക? 14 + 52 66 അല്ലെ. അതേപോലെ 30ഉം 36ഉം, അപ്പോഴും 66 വരും. അതേപോലെ ഇതാ താഴെ എഴുതുന്നുണ്ട്. അടുത്തത് 43ഉം 52ഉം എത്ര വരിക ആൻസർ? 43ഉം 52ഉം 95 വരും. അതേപോലെ 67ഉം 28ഉം 95 തന്നെയാണ് വരിക. കണ്ടോ, ഇതേപോലെ പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് എഴുതുക കേട്ടോ. അടുത്തത് വരക്കണക്കാണ്. വരക്കണക്ക് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വര തന്നിരിക്കുന്നുണ്ടോ? ഈ വര ജോയിൻ ചെയ്യുന്ന അവിടെ 2 നമ്പറുകൾ ഉണ്ട് അല്ലേ. ഇതാ 32ഉം 34ഉം. അപ്പൊ അത് കൂട്ടുക നിങ്ങൾ. 32 + 34 എന്താ വരെ ഉത്തരം? ഇതാ 66. അടുത്തത് 18 + 81 എന്താ വരെ ഉത്തരം? 99. അടുത്തത് അടുത്തേതാ? 30 + 47 ഇതാണ് കേട്ടോ. 30ഉം 47ഉം കൂട്ടുമ്പോൾ എന്താ വരെ? 77. അടുത്തത് 10 + 12 22. 64ഉം 24ഉം എന്താ വരിക? 88. അടുത്തത് 20 + 24 എന്താ ഉത്തരം വരിക? 44. കണ്ടോ, അപ്പൊ ഇനിയിപ്പോ ഈ വന്നിരിക്കുന്ന നമ്പറുകളൊക്കെ നോക്കൂ. 66, 99, 77. 2 അക്കങ്ങളും ഒരേപോലെ ഉള്ളതാണ് എല്ലാം. അപ്പൊ നമ്മൾ ആദ്യം ചേർത്ത് വരച്ചിരിക്കുന്ന കൂട്ടി നോക്കൂ. 32 + 34 എന്താ വരിക? 66. അതെടുത്ത് എഴുതുക. കിട്ടിയ സംഖ്യകൾ ഇവിടെ എഴുതുക. ബാക്കി കിട്ടിയതെല്ലാം താഴത്തെ ബോക്സുകളിൽ എടുത്ത് എഴുതുക. 99, 77, 22, 88, 44, 66. സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട് അല്ലെ. അക്കങ്ങൾ ആവർത്തിക്കുന്നു. ഇതുപോലുള്ള മറ്റു രണ്ടക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതുപോലെ 11 + 22 33 വരും. 23 + 32 55 വരും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അക്കങ്ങൾ ആവർത്തിക്കുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? 9. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയത്. നിങ്ങൾ പൗസ് ചെയ്ത് വെച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഒരുപാട് നീളം കൂടുതലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സ്പീഡിൽ പറഞ്ഞത്. ഒരുപാട് സ്പീഡായി തോന്നിയെങ്കിൽ ക്ഷമിക്കുക. ഒന്ന് പൗസ് ചെയ്ത് വെച്ച് സ്ലോ ആക്കി കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.